ബാലഭാസ്കറിൻ്റെ മരണം ഒരു കൊലപാതകമാണ്, അതൊരു റോബറി ഡക്കോയിറ്റി നടക്കുന്നതിനിടയ്ക്കുണ്ടായ സംഭവ വികാസമാണ് എന്നാണ് അന്നു മുതൽ തുടക്കത്തിൽ ഞാൻ പറഞ്ഞു വന്നുകൊണ്ടിരുന്നത്. ഇപ്പോൾ അന്നത്തെ ബാലഭാസ്കറിൻ്റെ ഡ്രൈവർ അർജുൻ, അപ്പു എന്ന് വിളിക്കുന്ന അർജുൻ, അന്നേ സ്വർണ്ണക്കടത്തുകാരനാണ്. അയാളുടെ പ്രീവിയസ് ഹിസ്റ്ററി മോശമായിരുന്നു. ബാലഭാസ്കറിൻ്റെ കൂടെ ഡ്രൈവറായിട്ട് ജോലി ചെയ്യുമ്പം അയാൾ ATM കവർച്ചയും ഒരു മോഷണ കേസിലും 2-3 കേസിലെ പ്രതിയായിരുന്നു. അപ്പോൾ അയാളുടെ ക്യാരക്ടറും ആൻറ്റിസിഡൻസും ഒക്കെ മോശമാണ്. അയാൾ ഒരു സ്വർണ്ണക്കടത്ത് അല്ലെങ്കിൽ സ്വർണം പൊട്ടിക്കലും സ്വർണ്ണ ബിസ്ക്കറ്റുകൾ അല്ലെങ്കിൽ സ്വർണം കടത്തുന്നതിൽ അയാളും ഉൾപ്പെട്ടിരുന്നു എന്നുള്ള വിവരം ബാലഭാസ്കറിന് അറിയില്ല. ബാലഭാസ്കറിൻ്റെ ക്യാരക്ടർ നമുക്കെല്ലാവർക്കും അറിയാം. അപ്പോൾ അത് പിന്നെ ഇയാളുടെ സഹായിയായി നിൽക്കുന്ന 2 പേര്, പ്രകാശൻ തമ്പിയും വിഷ്ണു, അവരുടെ പെരുമാറ്റത്തിലും അവരുടെ സംസാരത്തിലും അവർ പണം ഉണ്ടാക്കാൻ നടക്കുന്ന കാര്യത്തിലൊക്കെ സംശയം വന്നു ബാലഭാസ്കറിന്. അതന്നേ ഫാദറിൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, ഇവന്മാരെ മാറ്റണം, ഈ 2 പേരാണ് ഇദ്ദേഹത്തിൻ്റെ ഒപ്പം പ്രോഗ്രാമിലെ ഒക്കെ ആങ്കർമാരും അത് ഓർഗനൈസ് ചെയ്യുന്നവരും, എങ്കിലും ഇനി ആ സ്റ്റേജ് ഷോയ്ക്ക് പോകുന്നില്ല എന്നുള്ള രീതിയിലാണ് ബാലഭാസ്കർ പിതാവിൻ്റെ അടുത്ത് പറഞ്ഞെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അന്ന് മുതലേ ആ കാര്യത്തിൽ സംശയമുണ്ട്. കാരണം അതിനകത്ത് കലാഭവനിലെ ശോഭി ജോർജ് എന്ന കഥ, അദ്ദേഹം അവിടെ ചില കാര്യങ്ങൾ കണ്ടു. അതിനെ ബേസ് ചെയ്താണ് നമ്മുടെ മനസ്സിലോട്ട് വന്ന ഇതൊരു സ്വർണ്ണക്കടത്തുമായിട്ട് ബന്ധപ്പെട്ട ഒരു ചേസിങ്ങിലുണ്ടായ അപകടമാണ്, ഒരു റോബറി, സ്വർണം തട്ടിയെടുക്കാനുള്ള ശ്രമത്തിനിടയ്ക്കാണ് ബാലഭാസ്കർ മരിച്ചത് എന്നുള്ള രീതിയിൽ അന്ന് പറഞ്ഞെങ്കിൽ അതാരും ചെവിക്കൊണ്ടില്ല. ലോക്കൽ പോലീസിൻ്റെ അന്വേഷണവും തെറ്റി, ക്രൈം ബ്രാഞ്ചിൻ്റെ അന്വേഷണവും തെറ്റി, അതുപോലെ തന്നെ CBIയുടെ അന്വേഷണവും തെറ്റി. 6 വർഷം കഴിഞ്ഞപ്പം അത് യഥാർത്ഥത്തിൽ എന്താണോ ഉണ്ടായതെന്ന് ഇപ്പം വെളിവായി. ഇപ്പോൾ പെരിന്തൽമണ്ണയിലെ സ്വർണ്ണ പൊട്ടിക്കൽ കേസിനകത്ത് 3 കിലോ 200 ഗ്രാം സ്വർണ്ണാഭരണം അവിടുന്ന് സ്കൂട്ടറിൽ വന്നവരെ തട്ടിയെടുത്ത ഏകദേശം 11 പേരെ പെരിന്തൽമണ്ണ DYSPയും മറ്റും അറസ്റ്റ് ചെയ്തു. അതിനകത്ത് ആ പ്രതികൾ സ്വർണമായിട്ട് പോയപ്പം ആദ്യം പിടിച്ച 4 പേരുടെ കയ്യിൽ സ്വർണ്ണമൊന്നുമില്ല. കാറിനകത്ത് 5 പേര് രക്ഷപ്പെട്ടു. 5 പേര് രക്ഷപ്പെട്ടത് ചെർപ്പളശ്ശേരി കാർ ഉപേക്ഷിച്ചിട്ട് അവിടുന്ന് വേറൊരാളുടെ കാറിൽ കയറി അവർ അതിലൊരു പ്രതിയുടെ വീട്ടിലേക്കാണ് പോയത്. പക്ഷേ ചെർപ്പളശ്ശേരിയിൽ വെയിറ്റ് ചെയ്തുകൊണ്ടിരുന്നത് അത് നമ്മളാരും പ്രതീക്ഷിക്കാത്ത ഒരാളായിരുന്നു ആ പൊട്ടിക്കൽ സംഘത്തിലുണ്ടായിരുന്നത്. ബാലഭാസ്കറിൻ്റെ ഡ്രൈവർ അർജുൻ, 28 വയസ്സ്. ഇപ്പോൾ അയാളാണ് ഈ സ്വർണം പൊട്ടിച്ചു കൊണ്ടുപോയവരെ, സ്വർണമായിട്ട് വന്നവരെ രക്ഷപ്പെടുത്തിക്കൊണ്ടുപോയ കഥാപാത്രം. അയാളെ പെരിന്തൽമണ്ണ DYSP അറസ്റ്റ് ചെയ്തു എന്ന് പറയുന്നു. ബാലഭാസ്കറിൻ്റെ കേസുമായിട്ട് ഇപ്പോൾ അത് ബന്ധപ്പെട്ട് വന്നിരിക്കുന്നു. CBIയുടെ സ്റ്റാൻഡ് എന്താണെന്ന് നമുക്കറിയില്ല, എങ്കിലും ഒരു കൊലപാതകത്തിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. റോബറി ഡക്കോയിറ്റി, കാരണം അതിനകത്ത് ബാലഭാസ്കർ അറിയാതെ ആ വാഹനത്തിൻ്റെ പിന്നിൽ ഒളിപ്പിച്ചു വെച്ച സ്വർണ്ണക്കട്ടികൾ അത് തട്ടിയെടുക്കാൻ ആ വാഹനത്തിൻ്റെ പിന്നാലെ 2-3 വാഹനങ്ങൾ വന്നു. അത് ചേസായിരുന്നു. അപകടം ഉണ്ടായിക്കഴിഞ്ഞ ഉടനെ പിൻവശത്തെ ഗ്ലാസ് പൊട്ടിച്ച് ആ വഴി ഈ സ്വർണ്ണം എടുത്തുകൊണ്ട് പോയി എന്ന് അന്ന് ആ കലാഭവനിലെ ശോഭി ജോർജ് പറഞ്ഞിട്ട് അത് ആരും വിശ്വസിച്ചില്ല. അയാൾക്കെന്താ ഇതിനകത്ത് താല്പര്യം എന്നൊക്കെയായി. അയാളുടെ ചെറുപ്പം മുതലുള്ള പല വിദേശ യാത്രകളിലുള്ള കൂടെ പോയവരും മറ്റും അവർക്ക് പണം കൊടുക്കാനുണ്ടെന്നൊക്കെ പറഞ്ഞ് കേസുകൾ എടുക്കാനാണ് എല്ലാവരും മുമ്പിൽ നിന്നത്. യഥാർത്ഥത്തിൽ ബാലഭാസ്കർക്ക് എന്ത് സംഭവിച്ചുള്ള കേസിൻ്റെ അന്വേഷണമായിട്ട് ആരും പോയില്ല. അതിനകത്ത് കലാഭവൻ ആ ശോഭി ജോർജിനെ കുരുക്കാനായിട്ട് ആണ് എല്ലാവരും ശ്രമിച്ചത്. പക്ഷേ അദ്ദേഹം ആ സത്യത്തിൽ ഉറച്ചു നിന്നു. അദ്ദേഹത്തിന് ഒത്തിരി വിഷമതകൾ നേരിട്ടു എങ്കിൽ തന്നെയും, കാരണം അതൊരു ഇൻട്രസ്റ്റഡ് വിറ്റ്നസ് അല്ല. ആക്സിഡൻ്റായിട്ട് വന്ന് കണ്ട കാര്യങ്ങൾ അത് കണ്ടുപിടിക്കാനുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക് സാധിച്ചില്ല എന്നുള്ളതാണ്. മുൻവശത്ത് ഒരു ബുള്ളറ്റിൽ ഒരു വാഹനത്തിൽ ഒരാൾ അപകടം ഉണ്ടായ ഉടനെ ബുള്ളറ്റുമായിട്ട് മുന്നോട്ട് കാലുകൊണ്ട് തള്ളിപ്പോകുന്നതും
അയാളുടെ കയ്യിൽ നിന്ന് ഒരു പൊതി വാങ്ങിച്ച് ഒരു പയ്യൻ റോഡ് ക്രോസ് ചെയ്ത് പോകുന്ന കാഴ്ച കണ്ട് അത് ഈ കേസുമായിട്ട് പൊരുത്തപ്പെടുന്നില്ല. പക്ഷേ ഇപ്പോൾ അത് പൊരുത്തപ്പെട്ടിരിക്കണം. കാരണം കാറിനകത്ത് അതിനകത്ത് സ്വർണം ഉണ്ടായിരുന്നെന്നും അത് പിൻവശത്തെ ഗ്ലാസ് പൊട്ടിച്ച് കൊണ്ടുപോയി എന്നും അപകടം ഉണ്ടായ ഉടനെ അത് ചേസ് ചെയ്ത് വന്ന ആൾക്കാർ പിൻവശത്തെ ഗ്ലാസ് പൊട്ടിച്ച് കൊണ്ടുപോയി എന്നുള്ള രീതിയിലാണ് കാര്യങ്ങളിപ്പം വരുന്നത്. അതുകൊണ്ട് ഷോബി ജോർജിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് 100% ശരിയായിട്ട് വന്നിരിക്കുന്നു. ഇനിയുള്ള CBI അന്വേഷണത്തിൽ അയാളെ കസ്റ്റഡി വാങ്ങിച്ച് ചോദ്യം ചെയ്യണം. ഇത് എവിടെ നിന്നാണ് ആ സ്വർണം കയറ്റിയത്, ആ വിവരങ്ങൾ അത് ബാലാഭാസ്കർ അറിയാതെ അദ്ദേഹത്തിൻ്റെ കാറിൽ കയറ്റി അതിവിടെ അദ്ദേഹത്തിൻ്റെ 2 കിങ്കരന്മാർ അവർ 2 പേരും ഇതിനകത്ത് കിടത്തിക്കൊണ്ടിരുന്നു എന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാകുന്നത്. അങ്ങനെയാണ് ബാലാഭാസ്കറിൻ്റെ ജീവൻ നഷ്ടമായത്. അത് ചേസ് ചെയ്ത് വന്നപ്പം അദ്ദേഹം പോലും അറിയാതെ അത് 2 ഗ്രൂപ്പുകൾ 3-4 കാറുകളാണ് അതിൻ്റെ പിന്നിൽ വന്നെന്ന് ഷോബി ജോർജ് അന്നേ പറയുന്നുണ്ട്. ആ കാറുകൾ പിന്നീട് അതിൽ 3-4 കാറുകൾ ഇതേ ഗ്രൂപ്പുകാർ കൊടകരയിലുള്ള സ്വർണം പൊട്ടിക്കുന്ന ഗ്രൂപ്പിനെ പാലക്കാട് ടൗണിലെ 2 സർക്കിളന്മാർ അവർ പിടിക്കുകയും ഈ സ്വർണം പൊട്ടി ഈ ബാലാഭാസ്കറിൻ്റെ കേസിനകത്ത് ഉൾപ്പെട്ട അതേ കാറുകൾ അതേ കളറുള്ള കാറുകൾ പാലക്കാട് ആ പോലീസ് സ്റ്റേഷനിൽ അവിടെ പിടിച്ചെടുക്കുകയും ചെയ്തു എന്നുള്ള വാർത്തയും വെളിയിലോട്ട് വന്നു. ആ കാറ് പോയി കണ്ട് തിരിച്ചറിയാനായിട്ട് തീർച്ചയായിട്ടും ഷോബി ജോർജിന് അന്നും സാധിക്കും, ഇന്നും സാധിക്കും. കാരണം അതിൻ്റെ കളർ അദ്ദേഹത്തിന് അറിയാൻ, നമ്പർ ഓർമ്മയില്ലെങ്കിലും അന്ന് വന്ന കാർ ഏതാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. ആ വാഹന അപകടം ഉണ്ടായപ്പോൾ അതിൻ്റെ മുൻവശത്തുണ്ടായ ബുള്ളറ്റ് ഇരുന്ന ആളെയും ആ പയ്യനെയും എന്നും യഥാർത്ഥത്തിലുള്ള ആളെ കാണിച്ചാൽ തീർച്ചയായിട്ടും ബാലാഭാസ്കറിൻ്റെ ആ കേസിൽ ഉൾപ്പെട്ട അവരെ 2 പേരെയും തിരിച്ചറിയാനായിട്ട് കലാഭവൻ ഷോബിക്ക് സാധിക്കുമെന്ന് അദ്ദേഹം ഇപ്പോഴും പറയുന്നുണ്ട്, അന്നും പറയുന്നുണ്ട്. അതുകൊണ്ട് അന്വേഷണത്തിൽ ഉണ്ടായ പാളിച്ചകൾ, തകരാറാണ് ബാലാഭാസ്കറിന് എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചതെന്ന് പോലീസിനും ലോക്കൽ പോലീസിനും അതുപോലെ ക്രൈം ബ്രാഞ്ചിനും CBIക്കും കഴിയാതെ പോയത്. അന്വേഷണ ദ്വാര ഒന്നും അവർക്കില്ല എന്നാണ്, അല്ലെങ്കിൽ സാമ്പത്തികമായ ഏതെങ്കിലും രീതിയിൽ അവരെ ഒതുക്കി. ബാലാഭാസ്കറിൻ്റെ മരണത്തിന് ശേഷമാണ് അദ്ദേഹത്തിൻ്റെ സന്തത സഹചാരിയായ പ്രകാശൻ തമ്പിയും വിഷ്ണുവും ഏകദേശം 200ഓളം കിലോ സ്വർണം മൊത്തമായിട്ട് കേരളത്തിൽ കൊണ്ടുവന്നു എന്നാണ്. ബാലാഭാസ്കർ മരണത്തിന് തൊട്ട് മുമ്പ് 2 പ്രാവശ്യം സ്വർണം കടത്തിയെന്നും കസ്റ്റംസിൻ്റെ രേഖയിൽ കാണുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ കൂട്ടി വായിക്കാനും കൂട്ടി യോജിച്ചുകൊണ്ടൊരു അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകാൻ ലോക്കൽ പോലീസിനും കഴിഞ്ഞില്ല, ക്രൈം ബ്രാഞ്ചിനും കഴിഞ്ഞില്ല, അതോടൊപ്പം തന്നെ CBIക്കും കഴിഞ്ഞിട്ടില്ല, ഇന്നുവരെ കഴിഞ്ഞിട്ടുമില്ല. ഇപ്പോഴത്തെ പുതിയ തെളിവിൻ്റെ വെളിച്ചത്തിൽ തീർച്ചയായിട്ടും അയാളെ കസ്റ്റഡി വാങ്ങിക്കണം CBI, എന്നിട്ട് ഇൻട്രോഗേറ്റ് ചെയ്യണം, ഇതിൻ്റെ ചരിത്രങ്ങൾ മുഴുവൻ വെളിയിലോട്ട് കൊണ്ടുവരണം. എന്നിട്ട് ബാലാഭാസ്കറിന് ഇനിയെങ്കിലും ആ മഹാനായ ആ കലാകാരന് അദ്ദേഹത്തിൻ്റെ പിതാവ്, അദ്ദേഹത്തിൻ്റെ ഗദ്ഗതം നിറഞ്ഞ സംഭാഷണം നമ്മൾ കേട്ടു, അദ്ദേഹത്തിൻ്റെ കണ്ണിൽ നിന്ന് വീഴുന്ന കണ്ണുനീര് നമ്മൾ കണ്ടു. ഇതിൻ്റെ യഥാർത്ഥത്തിൽ ബാലാഭാസ്കറിന് എന്ത് സംഭവിച്ചു എന്ന് കണ്ടുപിടിക്കണം. അതൊരു കൊലപാതകമായിട്ട് തന്നെ, അതൊരു റോബറി ഡക്കോയിറ്റിയുടെ സമയത്തുണ്ടായ അപകടം തന്നെയാണ്. അപ്പോൾ അതൊരു കൊലപാതകമായിട്ട് നമുക്ക് കണക്കാക്കാൻ കഴിയുള്ളൂ. ഈ കാറ് ചേസ് ചെയ്ത് വരുന്ന വഴിക്ക് ചാലക്കുടി, കൊടകര, ചാലക്കുടിയൊക്കെ കഴിഞ്ഞ് അവിടെയൊക്കെ 100, 110, 120 കിലോമീറ്റർ സ്പീഡിലാണ് വണ്ടി പോയത്. അതിൻ്റെ അർത്ഥം ഈ വണ്ടി ആരോ ചേസ് ചെയ്യുന്നുണ്ട്, അതുകൊണ്ടാണ് അത്ര സ്പീഡിലിട്ട് വന്നത്. ഈ കാറിനകത്ത്, ബാലാഭാസ്കറിൻ്റെ കാറിനകത്ത് അദ്ദേഹം അറിയാതെ അതിനകത്ത് സ്വർണ്ണമുണ്ട് എന്ന് കരുതുന്നു. അത് കരുനാഗപ്പള്ളി വന്നപ്പം ബാലാഭാസ്കർ അവിടെ ഇറങ്ങി ചായ കുടിക്കുകയോ എന്തോ ചെയ്തപ്പം അതിൻ്റെ പിന്നാലെ വന്ന പ്രകാശൻ തമ്പിയുടെ കാറും അവിടെ വന്നിരുന്നു എന്ന് പറയുന്നു. എന്തായാലും അതേപ്പറ്റി പോലീസ് ചോദിക്കണം. ഈ സംഭവത്തിന് ശേഷം ബാലാഭാസ്കറിൻ്റെ കൈവശമുണ്ടായിരുന്ന അദ്ദേഹത്തിൻ്റെ കിറ്റ്, അദ്ദേഹത്തിൻ്റെ മൊബൈൽ ഫോണ്, അദ്ദേഹത്തിൻ്റെ പേഴ്സ്, അദ്ദേഹത്തിൻ്റെ ബിലോങ്, ചെറിയ ചെറിയ കിറ്റിനകത്തുള്ള മുഴുവൻ സാധനങ്ങളും പോലീസ് സ്റ്റേഷനിൽ വന്ന് പ്രകാശൻ തമ്പി വാങ്ങിച്ചു കൊണ്ടുപോയി എന്ന് പറയുന്നു. എങ്ങനെയാണ് അത് വാങ്ങിക്കാൻ പറ്റുക? അതിന് പോലീസിനെ ഇങ്ങനെ ഏൽപ്പിക്കാൻ അത് കഴിയില്ല. അത് തൊണ്ടി സാധനമാണ്, അത് കോടതിയിലായിരുന്നു കൊടുക്കേണ്ടത്. അതൊക്കെ സാമ്പത്തികമായ നേട്ടമുണ്ടാക്കി അതൊക്കെ പിടിച്ചു വാങ്ങിച്ചുകൊണ്ട് പോയി എന്നുള്ളതാണ് മനസ്സിലാകുന്നത് ഇപ്പോൾ. കാരണം ഇനിയിപ്പോൾ അങ്ങനെ ചിന്തിക്കാൻ കഴിയുള്ളൂ. അതുപോലെ തന്നെ KSRTCയുടെ ഒരു ഡ്രൈവർ ഈ കൃത്യസ്ഥലത്ത് വന്നു ചേരുകയും അദ്ദേഹം അവിടെ കണ്ട കാര്യങ്ങളും ബാലാഭാസ്കറിൻ്റെ കൊച്ചിനെ ആ കാറിനകത്തു നിന്ന് എടുത്ത് ഗ്ലാസിൻ്റെ മുൻവശത്തെ ചില്ല് പൊട്ടിച്ച് ആ വഴിയാണ് എടുത്തതെന്ന് എയർപോർട്ടിൽ നിന്ന് വന്ന ഒരു യാത്രയ്ക്ക് ആരോണ്ട് സെൻഡ് ഓഫ് ചെയ്തിട്ട്
വന്ന അവർ ഈ അപകടം കണ്ടിട്ട് രണ്ടു ചേട്ടനും അനിയോടെ നിർത്തി ഈ കുട്ടിയെ രക്ഷിക്കാനായിട്ട് നോക്കി ആ കുട്ടിയെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അവരാണ്. അപ്പോൾ അന്നത്തെ ഇതെല്ലാം കണ്ട KSRTC ഡ്രൈവർ പിന്നീട് കാലുവാരുന്നത് കണ്ടു. അദ്ദേഹത്തിനെ ഇവരുടെ മേൽനോട്ടത്തിൽ തന്നെ ഗൾഫിൽ എവിടെയോ ജോലി വാങ്ങിച്ച് കൊണ്ടുപോയി എന്നാണ് പിന്നീട് മനസ്സിലാകുന്നത്. ഇങ്ങനെ നിരന്തരം പണമിറക്കി ഇതിൻ്റെ തെളിവുകൾ മുഴുവൻ നശിപ്പിച്ചുകൊണ്ട് പോയ ഒരു ചരിത്രമാണ് ബാലാഭാസ്കറിൻ്റെ കാര്യത്തിലുണ്ടാകുന്നത്. അതുകൊണ്ട് ഇപ്പോൾ അറസ്റ്റ് ചെയ്തിരിക്കുന്ന അർജുനെ വീണ്ടും കസ്റ്റഡി വാങ്ങിച്ച് ചോദ്യം ചെയ്തിട്ട് അയാൾക്ക് കോമ്പൻസേഷൻ ഏകദേശം 1 കോടി 1.5 കോടി രൂപ വേണമെന്ന് പറയുന്നുണ്ട്. അങ്ങനെ ഒരു കേസ് കൊടുത്തായിട്ട് കണക്കാക്കുന്നുണ്ട്. ആ സംഭവം നടന്ന ഉടനെ വണ്ടി ഓടിച്ചത് ബാലാഭാസ്കറാണ് എന്ന് പറഞ്ഞ വ്യക്തിയാണ്. യഥാർത്ഥത്തിൽ ഇയാൾ തന്നെ വണ്ടി ഓടിച്ച് ഇയാൾ 2 കാലും ഓടിഞ്ഞതായിട്ടാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ആ ബാലാഭാസ്കറിൻ്റെ മരണവും അദ്ദേഹത്തിൻ്റെ കൊച്ചിനെ ആ സ്പോട്ടിലുള്ള മരണവും അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്ക് പിന്നീട് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇതിനകത്ത് തീർച്ചയായിട്ടും ഈ ബാലാഭാസ്കറുടെ ഡ്രൈവറായിട്ട് ചുമതലപ്പെടുത്തിയ അർജുൻ അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ കുടുംബക്കാരുടെയും നോമിനിയാണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് എന്താണ് അയാളുടെ റോള്, അയാളുടെ ഭാര്യയുടെ റോള് എന്ന് CBI ഇനിയെങ്കിലും കണ്ടെത്തുമെന്ന് ഞാൻ കരുതുന്നു.